Hi, hello dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം NIOS 2025 ഒക്ടോബർ ബാച്ചിന്റെ എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, എങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ PYQ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു സെറ്റ് ഓഫ് PYQ റെഡി ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. സ്റ്റുഡൻസിന് അങ്ങനെയാണ് കൊടുക്കുക. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ആ 3 സെറ്റിന്റെയും ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ലേൺ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലേണിന്റെ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. സോ ഇതാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ലേൺ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് NIOSന്റെ ഷോർട്ട് നോട്ട്സ്, ഗൈഡ്, അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ OTP ചോദിക്കും. ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ OTP തരും. ആ OTPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരിക. ഇതിൽ നിങ്ങൾ NIOS ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ April 2025, അതായത് ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷ ഏപ്രിലായിരുന്നു. ആ പരീക്ഷയുടെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സയൻസുകാരാണെങ്കിൽ അത്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അത്, കൊമേഴ്സ് ആണെങ്കിൽ SSLC ആണെങ്കിൽ. ഇപ്പൊ സയൻസുകാരാണ് കൂടുതൽ പ്രോബബ്ലി PYQ ഒക്കെ ചെയ്ത് പഠിക്കുക. ആർക്ക് വേണമെങ്കിലും നോക്കി ചെയ്യാം. നിങ്ങളുടെ സബ്ജക്ട് ചൂസ് ചെയ്യുക. അപ്പൊ +2 സയൻസ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ മലയാളം ഉണ്ട്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ് എല്ലാ പേപ്പറിന്റെയും ഏകദേശം എല്ലാ സബ്ജക്റ്റുകളുടെയും PYQ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ 3 സെറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സ് അവൈലബിൾ ആയിരിക്കും. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്, ചാപ്റ്റർ വൈസ് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം ഇത് ബൈ ചെയ്യുക. ഒരു ഇതിന് നമ്മൾ 49 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പം 49 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ പറ്റും. അപ്പം ഇതിൽ ഓരോന്നും അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് 49 rupees. അപ്പം പർച്ചേസ് ചെയ്യുക. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടുന്ന് ബൈ നൗ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ സ്കാൻ ചെയ്ത് ഗൂഗിൾ പേയിലൂടെയോ കാർഡിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. സോ വെരി ഈസി. അപ്പം മറക്കണ്ട, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും പർച്ചേസ് ചെയ്യുക. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. എല്ലാ സബ്ജക്റ്റിന്റെയും ഇതിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞിട്ടുള്ള സയൻസുകാരുടെ ഉണ്ട്, ഹ്യൂമാനിറ്റീസിന്റെ ഉണ്ട്, ഈ പറഞ്ഞ +2 കൊമേഴ്സിന്റെ ഉണ്ട്. എല്ലാം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മളിവിടെ സബ്ജക്ട് വൈസ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും വില വരുന്നത് 49 മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരും മറക്കണ്ട. കൊമേഴ്സുകാരുടെയും മലയാളം, ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിന്ദി ഇത്രയും നമുക്ക് അവൈലബിൾ ആണ്. സോ മാക്സിമം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യവും, ഇപ്പൊ SLCയുടെയും അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, സയൻസ് ആൻഡ് ടെക്നോളജി, മലയാളം, ഇന്ത്യൻ കൾച്ചർ, സോഷ്യൽ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ മാത്സിന് 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. മറക്കണ്ട, 49 rupees ഓൺലി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.